കേട്ടോ. അതായത് അവളെ ഫോട്ടോ, അവളെ കാര്യങ്ങള്, അവളെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറെ ആൾക്കാർ, ഞാൻ ഇവിടെ അടുത്തുള്ള ഒരാളാണ്, പക്ഷെ ഞാനല്ലാത്ത ഇഷ്ടം പോലെ ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതും എന്റെ വീഡിയോ വെച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ. പക്ഷെ എന്റെ വീഡിയോയിൽ ഞാൻ അവളെ കുറിച്ചല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ ഫ്രണ്ട് എന്നോട് ആ കാര്യം പറഞ്ഞാൽ എന്താന്നോ, ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചത് എന്റെ ലൈഫിൽ, എനിക്ക് അറിയായിരുന്നു കുറെ കാര്യങ്ങൾ. പക്ഷെ ഓളിനോട് എന്താ പറഞ്ഞത്, എന്റെ പേരും മൂരും എന്റെ മക്കളെ കാര്യങ്ങളൊന്നും ഈ വെളിപ്പെടുത്തണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ സ്ത്രീക്ക് 3 പെൺകുട്ടികളാണ്, മനസ്സിലായോ? ലൈലാക്ക് അങ്ങനെയാണോ? പിന്നെ എല്ലാരും ലൈലാന്റെ പേരും പറഞ്ഞിട്ട് എന്റെ ബേക്കൽ തൂക്കി. ഞാൻ എന്താ ഇതിനൊക്കെ പറയാ, എനിക്ക് ചിരിയാണ് സത്യത്തിൽ വരുന്നത്. പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇനി പിന്നെ ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം, എന്നാലല്ലേ ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞ് മനസ്സിലാവുള്ളൂ. പിന്നെ പറയുന്നത്, നമ്മുടെ ലൈല വീണ്ടും സോഷ്യൽ മീഡിയയിൽ വരികയാണെങ്കിൽ